വെൽക്കം ടു എൻ ഫാമിലി മീഡിയ. ഇന്നത്തെ വീഡിയോ വെല്ലച്ചൻ്റെ മകൻ്റെ കുട്ടിയുടെ ചോറൂണാണ്. അപ്പം അതിനു വേണ്ടി നമ്മൾ തലേ ദിവസം തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 6 മണിക്കൊക്കെ തിരുവില്ലാമലയിലെത്തി. ഉണ്ണിവാവയുടെ കഴുത്തൊക്കെ ഉറച്ചു കേട്ടോ. കമിഴാനൊക്കെ തുടങ്ങി. ഞാൻ കുറച്ചേരം ഉണ്ണീനെ എടുത്തു കേട്ടോ. പിന്നെ കുറച്ചേരം ലൂസിയോടൊക്കെ കളിച്ചിരുന്നു. ഇത് ഞങ്ങൾ ഉണ്ണിവാവയ്ക്ക് വാങ്ങിയ ഊഞ്ഞാലാണ്. ഉണ്ണിവാവയെ കുറച്ചേരം അതിലിരുത്തി. എല്ലാവർക്കും ഇഷ്ടമായി. സത്യം പറഞ്ഞാൽ അതിലിരിക്കാനുള്ള പ്രായമൊന്നും വാവയ്ക്കായിട്ടില്ല. പിന്നെ അന്ന് രാത്രി അച്ഛനും ചേട്ടന്മാരും വല്യച്ഛനും ഒക്കെ കൂടി ഡെക്കറേഷൻ പരിപാടി ആയിരുന്നു. ഞങ്ങളൊക്കെ നേരത്തെ ഉറങ്ങി. അങ്ങനെ ഗായ്സ് ഞങ്ങൾ നേരത്തെ എണീറ്റ് റെഡിയായി വില്ലാതിനാഥ അമ്പലത്തിലേക്ക് പോവുകയാണ്. അവിടെ വെച്ചാണ് ചോറൂണ്. അങ്ങനെ എല്ലാവരും അമ്പലത്തിലെത്തി. വലിയൊരു അമ്പലമാണ്. ആ അമ്പലം കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ശ്രീജിത്തേട്ടൻ്റെ വൈഫ് ഐശ്വര്യ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. ഇതാണ് ശ്രീജിത്തേട്ടനും ഐശ്വര്യ ചേച്ചിയും. അമ്പലത്തിൽ തിരുമേനി വരാൻ കുറച്ച് സമയമുണ്ട്. അപ്പോഴേക്ക് എല്ലാവരും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. ഇത് ശ്രീജിത്തേട്ടൻ്റെ വല്യമ്മയും വല്യച്ഛനുമാണ്. ഇത് ശ്രീജിത്തേട്ടൻ്റെ വല്യമ്മയുടെ മകൻ്റെ കുട്ടിയാണ്. അവനോട് ഉണ്ണിക്കൊരു ഉമ്മ കൊടുക്കാൻ പറയുകയാണ്. മടിച്ച് അവസാനം അവൻ ഉണ്ണിക്ക് ഉമ്മ കൊടുത്തു. അവസാനം അമ്പലത്തിൽ തിരുമേനി വന്നു. ചോറൂണിൻ്റെ സമയമായി. അപ്പോൾ ഉണ്ണിയെ വല്യച്ഛൻ്റെ മടിയിൽ ഇരുത്തിയിട്ട് ചന്ദനക്കുറിയും ഒക്കെ തൊട്ടിച്ചു. എന്നിട്ട് ചെവിയിൽ പേര് വിളിക്കാൻ പറഞ്ഞ്. എന്നിട്ട് ചോറും കുറച്ച് പായസവും ഉണ്ണിക്ക് കൊടുത്തു. ഉണ്ണിക്ക് നല്ല ഇഷ്ടമായി എന്ന് തോന്നുന്നു. ഇത് അമ്പലക്കുളത്തേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പുകളാണിത്. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ തൊഴാൻ പോയി. ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. ഇത് മുൻവശത്തുള്ള ഹനുമാൻ ക്ഷേത്രമാണ്. പിന്നെ അവിടെയൊക്കെ തൊഴുതിട്ട് 4 അമ്പലത്തിൻ്റെ ഉള്ളിൽ തൊഴാൻ പോയി. അവിടെ വീഡിയോസ് ഒന്നും എടുക്കാൻ പാടില്ല. ഈ ആൽമരം ഗുരുവായൂരപ്പൻ്റെ സങ്കല്പമാണ്. ഇവിടെ മുമ്പ് വലിയൊരു ആൽമരമായിരുന്നു ഉണ്ടായിരുന്നത്. അത് പൊട്ടി വീണു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ വീട്ടിലെത്തിയ ശേഷം കുറച്ച് റീൽസൊക്കെ എടുത്തു. വീട്ടിൽ വെച്ചിട്ടും ചോറൂണ്ട ചടങ്ങുണ്ടായിരുന്നു. അവിടെ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉണ്ണിവാവ വിളക്കിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഐശ്വര്യ ചേച്ചിയും ശ്രീജിത്തേട്ടനും വാവയ്ക്ക് ചോറ് കൊടുത്തു. അവസാനം ദാ ഗായ്സ് നമ്മുടെ ഉണ്ണിവാവയുടെ നെയിം റിവീലിംഗ് സെറമണിയാണ്. ഇതായിരുന്നു ഇന്നലെ എല്ലാവരും കൂടിയിട്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നത്. പിന്നെ അവിടെ വെച്ചിട്ടും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത ശേഷം നമ്മൾ അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഉണ്ണിവാവയുടെ പേരെന്താണെന്നും കൂടി നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഗായ്സ് നമ്മളത് ഓപ്പൺ ചെയ്തിരിക്കുന്നു. ആ ബോളുകളൊക്കെ എന്നെ വീണ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഉണ്ണിവാവയുടെ റിയാക്ഷൻ കാണാനും നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഗായ്സ് പേര് തെളിഞ്ഞു വരുന്നു. ആര്യൻ എന്നാണ് പേര്. പേരെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു.
പിന്നെതാ ആര്യൻ എന്നുള്ള പേരിൻ്റെ താഴെ ഉണ്ണിവാവയുടെ ഫോട്ടോ കൂടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഗായ്സ് എല്ലാം സെറ്റായി. നല്ല ഭംഗിയില്ലേ ഗായ്സ് കാണാൻ? അങ്ങനെ നെയിം റിവീലിംഗ് സെറമണി കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസ് വീണ്ടും എടുത്തു. അപ്പോൾ ഉണ്ണിവാവ ക്യാമറയിലേക്കൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇതാ അവിടെ ഇങ്ങനെ ഓരോ ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മൊത്തം ഗ്രീൻ കളറും ആയതുകൊണ്ട് തന്നെ നല്ലൊരു പച്ചപ്പ് പോലെ ഉണ്ടായിരുന്നു. ആദ്യം ശ്രീജിത്തേട്ടൻ ഉണ്ണിവാവയെ പിടിച്ച് ഫോട്ടോ എടുത്തു. പിന്നെ ഐശ്വര്യ ചേച്ചി എടുത്ത് ഫോട്ടോ എടുത്തു. അവസാനം വാവയ്ക്കാകെ ഉറക്കം വന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴേക്ക് തന്നെ മടങ്ങി. പിന്നെ അവിടെ വെച്ചിട്ട് ചീരക്കുഴി ഡാം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് റീൽസൊക്കെ എടുത്തു. അപ്പോൾ ഈ ഡാൻസ് വീഡിയോസൊക്കെ ഞങ്ങൾ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലേക്ക് കാണാം. ടാറ്റാ ബൈ ബൈ.